കാരണം അവർ പൊരുത്തപ്പെട്ടിരുന്നു, അവർ മനസ്സിലാക്കിയിരുന്നു അള്ളാന്റെ അരികിലേക്കുള്ള യാത്ര മാത്ര ജീവിതം. ഇന്ന് ആ ഒരു തൃപ്തി ആർക്കുമില്ല, ആർക്കും ആ മനസ്സുമില്ല. ആർത്തി പിടിച്ചോടുമ്പോൾ മനുഷ്യൻ എന്ത് ഹക്കും ബാത്തിലും മുതലുണ്ടാക്കി തന്നെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ 16 കൊല്ലം ഗൾഫിൽ നിന്നൊരു സാധു മനുഷ്യൻ അവസാനം നാട്ടിൽ വന്ന് 3.25 സെന്റ് സ്ഥലം വാങ്ങി. കെട്ടിയ പെണ്ണിന്റെ കയ്യിലുള്ളത് വിറ്റു, അധികമൊന്നുമില്ല. മോളെ കൈത്തിലുള്ളതും ചെവിയിലുള്ളതും വിറ്റു. ഉള്ള മുതലുകൊണ്ടൊക്കെ തറ കെട്ടി, ചുമര് കെട്ടി. മെയിൻ വാർപ്പിന്റെ അന്ന് ആകെ 55 ചാക്ക് സിമെന്റിന്റെ വാർപ്പ. 42ാമത്തെ ചാക്ക് വാർപ്പുമേലിട്ടപ്പോഴേക്കും അങ്ങോട്ട് വീണ് പോരാ. പരിശോധിച്ച പഞ്ചായത്ത് ഓഫീസർമാർ പറഞ്ഞു, പ്രശ്നം സിമെന്റിനൊന്നുമല്ല, കല്ല് അളവിന്റെ കുറവുണ്ട്. പണ്ടൊക്കെ ഒരു കുഴിയിൽ നിന്ന് ചെങ്കല്ല് വെട്ടുമ്പോൾ 13.5 ഇഞ്ചാ. കാരണന്മാരോട് ചോദിച്ചാൽ മതി. അവനാന്റെ പുരയെന്നായിരുന്നു നമ്മളെ പുരക്ക് തന്നെ വെട്ടല്. അവസാനം ആർത്തി പിടിച്ചു കുഴി വാടകക്ക് എടുക്കുന്നവരുണ്ടായി. അങ്ങനെ ഉണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ. അങ്ങനെ കുഴി വാടകക്ക് എടുത്തവര് വിളിച്ചെടുത്തവര് 13 ഇഞ്ചാക്കി. കാരണം എണ്ണം കൂടുതൽ കിട്ടണം. പിന്നെ അത് 12.5 ഇഞ്ചായി. ഈ സാധുവിന് ഇറക്കിക്കൊടുത്ത് 11.25 ഇഞ്ചിന്റെ കല്ല്, അലുവ കഷ്ണം പോലെ. ആ കല്ലുകൾ ചേർന്ന് പിടിക്കാതായപ്പം ഭാരം കൊണ്ട് കുമിഞ്ഞു വീണു. എല്ലാം നഷ്ടപ്പെട്ട ആ വീടിന്റെ മുൻപിന്ന് 3 പെൺകുട്ടികളെയും നെഞ്ചോട് പിടിച്ച് ആ ഭാര്യയും അപ്പയും അമ്മയും നെഞ്ചുപൊട്ടി കരയുമ്പോ, മനുഷ്യരെ, ആ മനുഷ്യന്റെ കണ്ണിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണീര് മതി ഒരായുസ് കൊണ്ട് ഞാനും നിങ്ങൾ ഉണ്ടാക്കിയത് വർക്കത്തില്ലാണ്ടായി പോയെ. അതുകൊണ്ട് ചിന്തിക്കണം, എങ്ങനെങ്കിലും മുതലുണ്ടാക്കാന്ന് ചിന്തിക്കരുത്. ഉണ്ടാക്കിയ മുതൽ ഒരാളെ കണ്ണീര് പറ്റരുത് എന്ന് ചിന്തിച്ചാൽ മതി. നമ്മക്ക് വിധിച്ച അള്ള നമ്മക്ക് എത്തിച്ചേരും. ഇനി കുറെ മുതലുണ്ടായിട്ട് സമാധാനമല്ലേ, പിന്നെ എന്തിനാ മുതല്? ആവശ്യങ്ങൾ നടക്കണം, ആവശ്യങ്ങൾ വേഗം വേണം. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവം, ഒരു മനസ്സമാധാനം കിട്ടാൻ, വർള്ള ബിമാ ഖസമ അല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തി കാണിക്കുക. എങ്കിൽ ഫതകുൻ വന്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സമാധാനത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റും, എനിക്കൊരു ബേജാറും ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഈ ടെൻഷനും ബേജാറും മനസ്സിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ത്വരയൊക്കെ ഒഴിവാക്കി, ഉള്ളത് 5 റുപ്യന്റെ അല്ലെങ്കിൽ 50 റുപ്യന്റെ മത്തിയാണ് ഒരുമിച്ചിരുന്ന് മക്കളെ പേരെ തിന്ന് ജീവിക്കുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, പല കുടുംബത്തിലും ഇല്ല. എല്ലാവരും ഫ്രിഡ്ജിലും ചിക്കനും മട്ടനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തിന്നുന്നത് വാപ്പ ആദ്യം വന്ന് തിന്നു, മക്കൾ രണ്ടാമത് തിന്നു, മൂത്താൻ രാത്രി 1:30 വരും, അതിന്റെ രണ്ടാമത്തെ രാത്രി വേറെ ഏതെങ്കിലും സമയത്ത് വരും. ഉമ്മ എവിടെയെങ്കിലും ഊരയും കാലും വേദനയായിട്ട് അകത്തേടെയും കുത്തിരിക്കും, വാപ്പപ്പളേക്ക് കൂർക്കം വലി തുടങ്ങിയിട്ടും ഉണ്ടാവും. മനുഷ്യന്മാർ പറയാ ഞാള് ഹാപ്പിയിലാണ്. എന്ത് ഹാപ്പി മനുഷ്യര്? മൂന്നാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, നിങ്ങളൊരു നല്ല മുഅ്മിനാണ് എന്ന് അള്ളാഹു നിങ്ങളെപ്പറ്റി വിലയിരുത്തണമെങ്കിൽ, ഇന്നെങ്ങനെയാ നമ്മളൊരു മുഅ്മിനാണ് ആളെ വിലയിരുത്തുക? ആളെ ചേലും കോലവും നോക്കും. ഓ എന്താ ഈമാൻ, കണ്ടാൽ തന്നെ ഒരു ഈമാനാട്ടോ എന്നറിയും. അതെന്താ? ഈമാന്റെ ചിഹ്നുണ്ട്, ഈമാന്റെ ലുക്ക് ഉണ്ട്, ഈമാന്റെ എല്ലാ ഭാവവും ഉണ്ട്. ഇപ്പൊ അതൊക്കെയാ ഈമാൻ. ആളെ ലുക്കും ഭാവവും ഒക്കെ ഈമാൻ, ആളുടെ അഭിനയങ്ങളും പ്രകടനപരതയൊക്കെ ഈമാൻ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, നിങ്ങളൊരു നല്ല മുഅ്മിനാണ്, തകുൻ മുഅ്മിനൻ, ഒരു മുഅ്മിനാണ് എന്ന് അള്ളാഹു ഉറപ്പിക്കണമെങ്കിൽ വഅഹ്സിൻ ഇലാ ജാരിക്, നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാവണം. ഈ ഒരു മുഅ്മിനാന്ന് അല്ലാഹ് ചോദിക്കുന്ന എന്റെ അയൽവാസിനോടാ, ഇവൻ മുഅ്മിനാണോ? അപ്പൊ അയൽവാസി പറയാ, നിക്കരിക്ക് നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഗുണവും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നീ മുഅ്മിനല്ല. എനിക്ക് നാട്ടിലും പള്ളിയിലും വില ഉണ്ടാവും, പടച്ചോന്റെ അടുത്ത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതല്ലേ, അൻസാർ പറഞ്ഞതാണ്, നിങ്ങൾ തള്ളിക്കോ. നിങ്ങളൊരു മുഅ്മിനാണെന്ന് റബ്ബ് ഉറപ്പിക്കുന്നത് വഹ്സിൻ ഇലാ ജാരിക്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. മദീന മിമ്പറിൽ വെച്ച് പ്രവാചകൻ പഠിപ്പിച്ചെടുക്കുക, നിങ്ങളൊരു മുഅ്മിനാണെന്ന് റബ്ബ് ഉറപ്പിക്കുന്നത് വഹ്സിൻ ഇലാ ജാരിക്, നിന്റെ അയൽവാസി നിന്നെ പറ്റി തൃപ്തനാവണം, നിന്റെ ദീനിൽ അവനായിരിക്കണം ഏറ്റവും സന്തോഷിക്കുന്നത്. പക്ഷെ ഇന്ന് അയൽപ്പക്ക ബന്ധങ്ങളൊന്നുമില്ല. ആദ്യം വാങ്ങുന്ന 10 സെന്റ് സ്ഥലത്തിന്റെ ചുറ്റും ഒരു മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഉയരത്ത് കെട്ടും. കെട്ടണ്ടെന്നൊന്നും അർത്ഥമല്ല കേട്ടോ. പണ്ട് കാലത്തൊക്കെ കെട്ടുന്ന പോലെ അയൽപ്പക്കത്തെ വാതിൽ അങ്ങോട്ടൊരു പൊരന്റെ തറട്ടിട്ടെങ്കിൽ ആദ്യം അവിടെ ഒരു ചെറിയ വാതിൽ വെക്കായിരുന്ന ഒന്ന് ഓടിപ്പോയി വരെ. ഇന്നതുമില്ല, ചുറ്റും കൊണ്ട് കെട്ടിപ്പൊന്തിക്കും. തൊട്ട അയൽപ്പക്കത്ത് കിടക്കുന്നവൻ രോഗിയാണോ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ തമാശക്ക് പറയാറുണ്ട്, അയൽപ്പക്കത്തുള്ള അഹമ്മദാക്ക 3 ആഴ്ച ഇക്രയിൽ കിടക്കും, നെഞ്ചുവേദനയുണ്ട്. മൂപ്പര് വീട്ടിൽ വന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മളെ പൊരന്റെ മുറ്റത്ത് വന്ന് 2 ആള് കാറിൽ ഓൺ അടിച്ചിട്ട് ചോദിക്കുക, ആ സുഖല്ലാണ്ട് കിടന്ന അഹമ്മദ്ഖാന്റെ വീട്. അപ്പൊ നമ്മളറിയാം അഹമ്മദിന്റെ വീട് അത് തന്നെയാണ്, സുഖല്ലോ എന്ന് നമുക്കറിയാലോ കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ല. ഒരു വേലിന്റെ അപ്പുറവും ഇപ്പുറവുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതോ, നിങ്ങൾ അയൽവാസിയുടെ കാറ്റ് തടയപ്പെടുമെങ്കിൽ നിങ്ങളെ ചുമര് പൊളിച്ചു കൊടുക്കണം. നിങ്ങൾ കറിയിൽ പാകം ചെയ്യുന്ന കറിക്ക് മണമുണ്ടാവുകയും അത് അയൽപ്പക്കത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയൽവാസിയെ കൂടി നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളുടെ സദസ്സുകളിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അയൽവാസിക്ക് പ്രാധാന്യം കൊടുത്ത സദസ്സിനെ. പറഞ്ഞ് നമ്മളെ സ്വത്തിൽ അയൽവാസിക്ക് അവകാശം ഉണ്ടാവുമെന്ന് റസൂൽ പറഞ്ഞു കളയുമോ എന്ന് സഹാബാക്കൾ ഭയപ്പെട്ടു എന്നാ. അത്രക്ക് പരിഗണന ഉണ്ട് അയൽവാസികളോട്. ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ റസൂൽ പരിചയപ്പെടുത്തിയത് ആരെയാ? ഏറ്റവും നാണം കെട്ടവൻ. സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്കറിയോ ജനങ്ങളിൽ ഏറ്റവും നാണം കെട്ട വൃത്തികെട്ടവൻ ആരാന്ന്? സഹാബത്ത് പറഞ്ഞു, അറിയൂല നബിയെ. സ്വന്തം അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിച്ചവൻ, ഒളിഞ്ഞു നോക്കിയവൻ, കണ്ണുകൊണ്ട് തിന്നോൻ, അവനേക്കാളും നാണം കെട്ടൊരു വർഗം ദുനിയാവിലില്ല. അതൊരു ബന്ധ, അതൊരു ഇസ്സത്താ. ഇന്ന് ആ ബന്ധങ്ങളൊന്നുമില്ല. അയൽവാസിക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നത് നമുക്ക് സങ്കടം. നമ്മൾ 3,000 സ്ക്വയർ ഫീറ്റിന്റെ പുരപ്പണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓനൊക്കെ സഹായിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞടാ ഞാൻ നോക്കണം കേട്ടോ, നനയ്ക്കണോ, നനച്ചു. ആ സാധുവല്ലൂടി ഓന്റെ ചെറിയ കുടില് പൊളിച്ച് ഒരു 1,900-2,000 സ്ക്വയർ ഫീറ്റിന്റെ പുരയൊക്കെ കെട്ടാനുള്ള പൂതി തുടങ്ങി പകുതി വൈക്കല് ലിൻഡിൽ വാർപ്പന്മേൽ അവിടെ നിന്നുപോയി. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയും, എന്തിനാ ഓനിപ്പോ എത്ര വലുതുണ്ടാക്കി? ഓന് പഞ്ചായത്തിൽ അപേക്ഷിച്ചാൽ പോരായിനോ? 550 കിട്ടൂലേ? 550 പഞ്ചായത്ത് പാസ്സാക്കൂലേ? അഹമ്മദിയേനു, അഹങ്കാരായിനു. ഗൾഫ് പോയപ്പോഴേക്ക് നമ്മളോട് മത്സരിക്കാൻ വന്നതാ. അന്യന്റെ അയൽവാസിന്റെ വലുപ്പം നമുക്ക് സഹിച്ചൂടാ. എല്ലാവരും അത്തരക്കാരെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാ, അയൽപ്പക്കത്ത് കൈക്കോട്ടെത്താൻ പോകുന്ന സാധാ കൂലിപ്പണിക്കാരൻ അയമൈന്റെ അല്ലെങ്കിൽ ജബ്ബാറിന്റെ മോക്ക് 10ൽ 10 A+ കിട്ടി. കുട്ടി നല്ല ബ്രില്യന്റാ. പക്ഷെ വാപ്പാക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടിക്ക് ഒരു കോളേജും കിട്ടിയില്ല. ഇപ്പോഴും ട്യൂട്ടോറിയൽ വാപ്പ നയിച്ചുണ്ടാക്കുന്ന വേർപ്പിന്റെ പൈസ കൊണ്ട് പഠിക്കുക. വേലിന്റെ അപ്പുറത്ത് നമ്മള്, വാപ്പാക്ക് പൈസ ഉണ്ട്, മുതലുണ്ട്, സ്വന്തം മോക്ക് 10 A+ അല്ല 5 A+ ഉള്ളൂ. ഓള് പഠിക്കുന്നത് കേരളത്തിലെ പേര് കേട്ട യൂണിവേഴ്സിറ്റിയിൽ. അതെന്തുകൊണ്ടാ? വാപ്പക്ക് മുതലുണ്ട്, മുതൽ കൊടുത്തിട്ട് വാപ്പ ഡൊണേഷൻ കൊടുത്ത് വാങ്ങി. എന്തായൽപ്പക്ക ബന്ധാ മനുഷ്യര്? ഞാൻ എന്നോടും കൂടി കേട്ടോ ചോദിക്കണത്. ഞാൻ നല്ലതാ നിങ്ങൾ പറഞ്ഞാലല്ല കിട്ടേണ്ടി. ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം നല്ല പ്രസംഗാണ്. പക്ഷെ എന്റെ അയൽവാസി പറയാം അവനെ കൊണ്ടൊരു കാര്യമില്ല, പ്രസംഗം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും നാണം കെട്ടവനാ, ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തവനാ, മുഅ്മിനല്ലാന്ന്. ഈമാനും മുഅ്മിനും പടച്ചോനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞിട്ട് എന്താ? നിങ്ങൾ ഇഞ്ഞോ നോക്കിയിട്ട് ഈമാൻ എന്താ പ്രസംഗം നിങ്ങൾക്ക് പറയാം, പടച്ചോൻ പറയൂല. ചോർന്നൊലിക്കുന്ന കൂരന്റെ കൈ ഒരു പാവം പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വാപ്പ കരയ്യ. വയസ്സായ അമ്മാക്ക് ഇനിയൊരു പുറത്തേക്ക് ബാത്റൂം ഉണ്ടാക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റൂള് വാങ്ങിക്കൊണ്ടുവന്ന് നടുവിൽ ഓട്ടോ ഒളച്ചിട്ട് പാത്രം വെച്ചിട്ട് ഉമ്മാന്റെ അപ്പിട്ടിട്ട് എടുത്തുകൊണ്ടുപോവുക. ഓൻ അയൽപ്പക്കത്തുണ്ടാകുമ്പം യൂറോപ്യൻ ക്ലോസറ്റ് മാറ്റി ഇറ്റാലിയൻ മാർബിൾ ആക്കാൻ വേണ്ടി വീട്ടിന്റെ മുറ്റത്ത് മൊസൈക്കിന്റെ തറട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റും ഫിറ്റ് ചെയ്ത് അതിന്റെ ഇടക്കിടക്ക് കറുകപ്പുല്ല് വെച്ച്, ഇത് സ്ക്വയർ ഫീറ്റിന് കറുകപ്പുല്ല് വെച്ചിട്ട് അഹങ്കരിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ മുഅ്മിനാണെന്ന് പടച്ചോൻ വിലയിരുത്തുന്നത് നിങ്ങൾ അയൽവാസിക്ക് നിങ്ങളെപ്പറ്റി നിർഭയത്വം തോന്നുമ്പോഴാ. പടച്ചോനെ ഓൻ്റെ അയൽപ്പക്കത്തുള്ളത് എൻ്റെ ഒരു സമാധാനം, ഞാൻ കിടന്നു ആയാലും എൻ്റെ മക്കൾ കിടന്നുപോകില്ല എന്നുള്ളൊരു തോന്നല്. ഓൻ്റെ വാഹനം ഉണ്ടെങ്കിലും എനിക്കൊന്ന് നെഞ്ചുവേദന വന്നാലും സങ്കടപ്പെടേണ്ടി വരൂല എന്നുള്ള തോന്നല്. അതൊന്നുമില്ല. നമ്മളെ നാട്ടിലിപ്പോൾ ചെമ്മാട് തിരൂരങ്ങാടി ഒരാൾ മരിച്ചു. നമ്മളെ അയൽപ്പക്കത്തുള്ള സാധാ മനുഷ്യനാ, വണ്ടി ഓട്ടാൻ അറിഞ്ഞുകൂടാത്തൊരു സാധു. അപ്പോൾ നമ്മളോട് വിളിച്ചറിഞ്ഞു, നീ അറിഞ്ഞീനടോ? നമ്മളെ മൂപ്പര് മരിച്ചിട്ടോ. എപ്പോഴാ മയ്യത്തസ്കാരം? നാളെ എടുക്കുക. ഓക്കെ. രാത്രി തന്നെ നമ്മളെ കാറും എടുത്ത് പെണ്ണുങ്ങളെയും കൂട്ടി പോയി കണ്ടുവരും. എന്നിട്ട് രാത്രി അവനോട് രാവിലെ സുബഹിക്കറിയും ഞാൻ ഇന്നലെ പോയി എന്നിട്ടോ. ആണോ? നീ പറഞ്ഞീനെ ഞാനും ഉണ്ടാകും. പറയൂല. നമ്മളെ കാറിൽ ഓനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി കാണിച്ച് ഓനെയും കൂടെ ഇരുത്തി. ഓൻ രാവിലെ ഓട്ടോറിക്ഷക്ക് ഓട്ടെ അല്ലെ ബസ്സിന് ഓട്ടെ, ഓൻ കഷ്ടപ്പെട്ട് കണ്ടുവരണ്ടേ? ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാ ഓനെ വിവരം പറഞ്ഞു, ഓനും പോരണമെന്നുണ്ട്. എന്നാലും ഓൻ പറഞ്ഞിക്ക് ഏതായാലും ഇപ്പം ഇനി സമയമല്ലല്ലോ, എഞ്ചേലും വണ്ടിയില്ല, രാവിലെ പോവാന്ന്. പിന്നെ ഓനെയും കൂടി അങ്ങ് കൂട്ടിക്കൊണ്ടുപോകല്ലേ? ചിന്തിക്കൂല മനുഷ്യൻ. എല്ലാവരും അത്തരക്കാരെന്നൊന്നും ഞാൻ പറയണില്ല. അസൂയ മനുഷ്യനെ. ഒരാള് നന്നായ നമുക്ക് ഓനോട് അസൂയ. നമ്മളെക്കാട്ടിൽ ഓൻ്റെ മോൻ ഗൾഫ് പോയി നന്നായ ഒന്നുമില്ല, നമുക്ക് ഓനോടൊരു ദേഷ്യ. ഈമാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇസ്ലാഹി ഭാരവാഹിയാകുക, കമ്മിറ്റി പെടുക, അതിൻ്റെ ആളായി നടക്കലല്ല. അതിൻ്റെ ചേലും കോലും ശരീരത്തിൽ ഉണ്ടായാലും അല്ല. നമുക്ക് എന്നോട് എന്ത് വെറുപ്പ് തോന്നിയാലും ശരി, അള്ളാഹ് ബോധ്യപ്പെടുന്നത് അയൽവാസിന്റെ അടുത്ത് നമ്മൾ നിർഭയന, നമ്മളെ മുൻപിൽ ഓനും നിർഭയന. ഇനി മുസ്ലിം ആരാണ്? നാലാമത്തെ സ്വഭാവമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതകുൻ മുസ്ലിമൻ,
നിങ്ങളൊരു മുസ്ലിമാണെന്ന് അള്ളാഹു ബോധ്യപ്പെടും. എന്താകുമ്പോൾ? മുസ്ലിമായ കുടുംബത്തിൽ, മുസ്ലിമായ തറവാട്ടിൽ വാപ്പാന്റെ മക്കളായി ജനിക്കുമ്പോൾ. ആ ഐഡന്റിറ്റി എനിക്ക് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലുള്ളൂ അല്ലേ? നിങ്ങളെങ്ങനെയാ മുസ്ലിമായത്? അബ്ദുറഹിമാന്റെയും നഫീസിന്റെയും മോൻ, പേര് അൻസാർ, മുസ്ലിം തന്നെ. പാപ്പന്റെ വാപ്പ പോക്കുട്ടി സാഹിബ്, മുസ്ലിം തന്നെ. പാരമ്പര്യ മുസ്ലിമീങ്ങളാ ഞാനും നിങ്ങളും ഒക്കെ. അപ്പൊ അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മൾ മുസ്ലിങ്ങളായിട്ടുണ്ടോ? നാട്ടുകാരുടെ കണ്ണിലൊക്കെ നമ്മൾ മുസ്ലിമാണ്. അള്ളാഹുവിന്റെ കണ്ണിൽ അവൻ മുസ്ലിമാണെന്ന് റബ്ബ് ഉറപ്പിക്കണമെങ്കിൽ അവന് നാലാമതായിട്ടുണ്ടാകേണ്ട സ്വഭാവം അവൻ ജനങ്ങളെ സ്നേഹിക്കണം. അവൻ അവനെ സ്നേഹിക്കുന്നത് പോലെ. എനിക്കൊരു നേട്ടവും സന്തോഷവും ഉണ്ടാകുന്നത് അവർക്കും ഉണ്ടാവണം എന്ന് ചിന്തിക്കുക. എനിക്കൊരു സഹായവും സന്തോഷവും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാളെ സഹായിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മളെ കൊണ്ട് ഒരാൾക്ക് കിട്ടിയ ഗുണം എന്താ? ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഞാനിത് കറഞ്ഞു പോകുമ്പോൾ, ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ കുറെ കുറ്റം പറഞ്ഞു പോയി എന്ന് ചിന്തിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായ ഒരു ഗുണം എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നെ കൊണ്ട് എൻ്റെ നാടിന്, എൻ്റെ കുടുംബത്തിനുണ്ടായൊരു ഗുണം എന്താ? നമ്മളെ കുടുംബത്തിന്. ഓരോ നാട്ടിലും ഞാൻ എൻ്റെ യുവാക്കളോടും കൂടിയാണ് പറയുന്നത്, ഇക്കണ്ട ആയുസ്സും ആരോഗ്യവും തന്ന പടച്ചറബ് നിങ്ങൾ തിരിച്ചു കൊടുത്തത് എന്താ? അവനാന്റെ ജോലിയും കൂലിയും നോക്കി, പിന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ജോലിയും വാങ്ങി നാട്ടുകാരുടെ മുൻപിൽ പവർ കാണിച്ച് ഇടക്കിടക്കൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച പോലാണോ ദീന്? ചിലരങ്ങനെയാ പറയാ. അല്ലേ, ചെമ്മാട പള്ളിയിൽ ഒരു ആൽവോക്കറാജില്ലേ, എങ്ങനെ ഉണ്ടാള്? ഡീസന്റ് മനുഷ്യൻ. മൂപ്പർക്കൊരു മോനില്ലേ? ഓനോ കുഴപ്പമൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ പള്ളിയിൽ കാണാം. പിന്നെ ഓൻ പഠിച്ച് എവിടെയോ ബാംഗ്ലൂർ എങ്ങാൻ പഠിച്ചതാണ്. ഇടയ്ക്ക് പെരുന്നാളിനോ അല്ലാത്ത വെള്ളിയാഴ്ചയൊക്കെ ലീവ് ഉള്ളപ്പോൾ പള്ളിയിൽ കാണാം. നല്ലോനാ? നല്ലോനാന്ന് ആരാ പറഞ്ഞത്? അള്ളാന്റെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. നല്ലോൻ അള്ള പരിചയപ്പെടുത്തിയത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ. ഇനി ഏത് ഡിഗ്രി വാങ്ങിയാലും ശരി, ഇനി എവിടെ പോയി പഠിച്ചാലും ശരി, എത്ര വലിയ ബിസിനസ് നടത്തിയാലും ശരി, അള്ളാഹു നിന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് പരിഗണിക്കണമെങ്കിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, എനിക്ക് ആദ്യം വേണ്ട യോഗ്യത നീ അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനാവണം. ദഅവത്ത്, പ്രബോധനം, അതെന്റെയും കൂടി ബാധ്യതയാണ്. അത് പ്രസംഗിക്കുന്ന കേന്നന്മാരും ISM-മാരും MFM-മാരും പിന്നെ കുറെ തബ്ലീഗുകാരും മാത്രമാണെന്ന് വിചാരിക്കണ്ട. അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു നാടിനോട് ചെയ്തിട്ടുണ്ടോ? നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് നമ്മളെ നാടിന് കിട്ടിയൊരു ഗുണം എന്താ? മുൻഗാമികൾ വെട്ടിത്തെളിച്ച വഴിയിൽ സ്വതന്ത്രത്തോടുകൂടി സ്വപ്നം കണ്ട് നടക്കേ ചെയ്യുന്നുള്ളൂ ഞാനും നിങ്ങളും. അറിഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ ഒരു കാലം 940കളിലും 50കളിലും 9 മാസം ഗർഭിണിയായ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉസ്താദുമാര് പിഞ്ഞാണത്തിൽ നഫീസത്തുമാല എഴുതി കുടിപ്പിച്ചു. ഉമ്മയും കുഞ്ഞും പള്ളിമുറ്റത്ത് മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ലായിരുന്നു. അപസ്മാരം ബാധിച്ച പൈതലുകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉസ്താദുമാര് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ബസ് ടിക്കറ്റ് ഏലസുകൾ കൈമക്കെട്ടി സ്വന്തം മടി കിടന്ന് കുഞ്ഞം മരിച്ചത് കണ്ട വാപ്പാരുണ്ട് നമ്മുടെ കൂട്ടത്തില്. കിടന്ന പായെന്ന് പെണ്ണങ്ങാനും നേരം വെളുക്കുമ്പം കുറച്ച് മാറിക്കിടന്ന ഓളെ ജിന്നുണ്ടുപോയതാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അടച്ചിട്ട റൂമിനുള്ളിൽ ഉസ്താദിന് തല്ലാൻ, അടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തിനേറെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാള്യമാരായിരിക്കണം ആദ്യം പെണ്ണിനെ ഒന്ന് തൊടേണ്ടത്. തൊട്ടിട്ടേ പിന്നെ കല്യാണം കഴിച്ചവർക്ക് കൊടുക്കാവൂ എന്നുള്ളൊരു തീരുമാനം വരെ അന്ന് ജാഹിലിയത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാ മാറിയത്? ആരാ മാറ്റിയത്? 1921 മുതൽ കേരളത്തിന്റെ സ്പന്ദനമറിഞ്ഞ അന്നത്തെ മഹാരഥന്മാരായ ഇസ്ലാഹി പണ്ഡിതന്മാർ അതല്ല ദീനെന്നും ഇത് കള്ളത്തരമാണെന്നും ഇത് പുരോഹിതന്മാരുടെ വഞ്ചനയാണെന്നും തിരിച്ചറിഞ്ഞ ആ പണ്ഡിതന്മാർ വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അലവി മൗലവിയെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറു അറ്റത്തേക്ക് അവര് കച്ചമുണ്ട് മുറുക്കി കൊടുത്ത് ദീൻ പഠിപ്പിക്കാൻ ഇറങ്ങി. അവര് നടത്തിയ ത്യാഗത്തിന്റെ ബാക്കിയ മനുഷ്യരെ 1-ാം മാസം അറിഞ്ഞ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കിട്ടിയ സ്വാതന്ത്ര്യം, അവര് കണ്ട സ്വപ്ന മനുഷ്യരെ പെൺകുട്ടികൾ ഇപ്പോഴും പഠിച്ച് ഡിഗ്രി നേടി തലതൊട്ട സ്ഥാനത്ത് പെൺകുട്ടികൾ വരുന്നത് ആത്മബോധത്തോടെയും ആത്മാഭിമാനത്തോടെയും വിറക് വെട്ടികളും അല്ലെങ്കിൽ ചാണകം കോരികളും മലം മാത്രം കോരിയെടുത്ത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തിനെ ഈ കാണുന്ന പവറിന്റെ പത്രാസിന്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ആ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ
വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നാ? ഇനി വരുന്നൊരു തലമുറക്ക് വേണ്ടിയിട്ട് എന്തേ ഞാനും നിങ്ങളും ചെയ്ത്?